വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിലും രൂക്ഷമായ വാക്കുതർക്കത്തിലും കലാശിച്ചു. കോൺഗ്രസ് കൌൺസിലർ SAA ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് കൌൺസിൽ ഹാൾ സംഘർഷഭരിതമായത്. ആരോപണവിധേയനായ ആസാദ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. സഹോദരന്റെ സമ്മതമില്ലാതെ വ്യാജ ഒപ്പിട്ട് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് വിശ്വാസവഞ്ചന ചെയ്തുവെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ആസാദ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ചതോടെ UDF കൌൺസിലർമാർ പ്രമേയം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടയിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ചു. അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച ശേഷം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. TCV ന്യൂസ്, വടക്കാഞ്ചേരി.